സവാള ഗിരി 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 പരിപാടി. 2 ഉള്ളി. വെള്ളം വന്നേ. അപ്പം നമ്മളുടെ ചേച്ചി നമുക്ക് സ്പെഷ്യലായിട്ടൊരു സംഗതി ഉണ്ടാക്കി തരാൻ പോവാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ചേച്ചി ഉള്ളി അരിയുന്നുണ്ട്. ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ വെക്കുന്നുണ്ട്. കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ട്, പക്ഷേ കട്ടിംഗ് ബോർഡ് എടുക്കാനുള്ള മടി കൊണ്ടാണ് നമ്മൾ പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളധികം പരിഷ്കരിക്കുന്നില്ല ഒരു സംഗതികളും. പിന്നെ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് മല്ലിച്ചപ്പ് തക്കാളിയൊക്കെ വാങ്ങിക്കുന്നു. പിന്നെ ക്യാരറ്റ് അമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ അമ്മ ഇപ്പോൾ ചോദിക്കുന്നത് ആരാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ചോദിക്കാം. ആരാ ഉണ്ടാക്കണേ? ഫുൾ സ്നേഹച്ചേച്ചിയാണെന്ന്. അപ്പോൾ നമുക്ക് കാണാം. ഇതൊരു വ്ളോഗാക്കിയിട്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം നമ്മൾ വെളുത്തുള്ളി മൊത്തം നന്നാക്കിയിട്ട് കാണിച്ചു തരാം. വെളുത്തുള്ളി അതേപോലത്തെ സാധനങ്ങളൊക്കെ നന്നാക്കുന്നത് ഞാനാണ്. പിന്നെ ഇന്ന് അമ്മ അമ്പലത്തിൽ പോയി, അതാണ് നെറ്റിമ കാണുന്നത്. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിരുന്നു. അവിടെ എന്തോ നല്ല പരിപാടിയായിരുന്നു. പായസം കിട്ടി, പാൽപ്പായസം. അപ്പോൾ ചേച്ചി നെയ്യ് ഇടാണ്. ഇപ്പോൾ നെയ്യ് ഇടുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണാമല്ലോ. സോ ചേച്ചി ഇങ്ങനെ നെയ്യ് ഇട്ടില്ലേ? കേട്ടോ. അപ്പം നെയ്യിട്ടു. അത് കളയിച്ചിട്ടല്ലേ എങ്ങനെ ആക്കിയത്? നമ്മൾ നെയ്യ് വേഗം നമ്മൾ അലിയിക്കണം. ക്യാരറ്റ് ഇവിടെ മുറിച്ച് വെച്ചു, നമ്മൾ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് എന്തായാലും ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിതുവരെ ഇങ്ങനെ ചെയ്ത വ്ളോഗ്സ് ഒന്നും ഞാൻ ഇടലില്ല. കാരണം മടി, എഡിറ്റ് ചെയ്യാനുള്ള മടി, അതേപോലെ നല്ല പണിയാണ്. അപ്പം നമ്മളെ ചേച്ചി വേറെ എന്തോടെ നിന്ന് കാണിച്ചു തരാം. ചേച്ചി അമ്മ എന്തൊക്കെ ഇടണമെന്ന് തീരുമാനിക്കുകയാണ്. ഏലക്കായ ഇട്ട്, കറാമ്പൂ ഇട്ട്, പട്ട ഇട്ട്, പിന്നെ ആ പൂവിട്ട്, നെയ്യിട്ട്. നമ്മളിത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്, അത്ര ശാസ്ത്രീകരിച്ചിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ ഇലയൊക്കെ ഇടണ, ഈ ഇല ഇടണ്ടാ? അതിലേക്ക് ഉള്ളി ഇട്ട് അത് കാണിച്ചു തരണ്ടേ? ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അടുത്ത എന്താണ്. അപ്പം അത് മാത്രം ഒന്നിട്ട് നന്നായിട്ട് വേവിക്കണം എന്നൊക്കെ പറയണേ. ചേച്ചി ഭയങ്കര ഷെഫാണ്, അധികമായിട്ട് അടുക്കളയ്ക്ക് വരില്ല, എന്നാലും വന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പം പൊക്കാൻ പറഞ്ഞൊന്നുമല്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും അത്ര രസമൊന്നും ഉണ്ടാക്കാം. സോ ഐ ലൈക്ക് ഹെർ കുക്കിംഗ്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്നും അരിഞ്ഞിട്ട് വരാം. ഫോണിൽ കുറച്ച് ചാർജ് ആക്കിയിട്ട് തരാം. ബൈ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉള്ളി ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ക്യാരറ്റ് ഇടാൻ പോവാണ്. നമ്മൾ നന്നായിട്ട് അതൊന്ന് വാട്ടാണ്. നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പിടണം. വെള്ളം ഒഴിച്ചിട്ട് ഇനി ഉപ്പിട്ടിട്ട് ഇത് തിളച്ച് വരുന്ന വരെ നമ്മൾ അടച്ച് വയ്ക്കും. അപ്പം ഞങ്ങളാണ് സിസ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? നമ്മൾ സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ അരി ഇട്ടു. ഇനി ഇത് തിളക്കണം. ലെറ്റ്സ് സീ. നമ്മൾ അടുത്ത പരിപാടി 2 ഉള്ളി അരിയണം. ഇപ്പോൾ കുറച്ച് ഉള്ളി ഇപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചേച്ചി, പക്ഷെ അത് പോരാ. സവാള ഗിരി 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 വന്നാടി. സവാള ഗിരി 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 അത്ര പ്രൊഫഷണൽ അല്ല, അതുകൊണ്ട് ടൈം എടുക്കും, കരയാനും സാധ്യതയുണ്ട്. ഇത് മൊത്തം അരിയണം. മൊത്തം അരിയുമ്പോഴേക്കും ഇത് തുടക്കത്തിൽ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ നിങ്ങൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളയാം. ഈ ഒരു ഉള്ളി അരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ചേച്ചി അപ്പുറത്ത് എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ചേച്ചി ചിക്കൻ നന്നാക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്ര നോയ്സ്. ലൈക്ക് മതി. ഞാൻ ഇപ്പോൾ നോക്കിയത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതിൻ്റെ നമ്മൾ ഇവിടെ ഒരു സംഗതി ഉണ്ടാവും, നമ്മളത് കട്ട് ചെയ്ത് കളയും. എനിക്ക് ഉള്ളി നന്നാക്കുമ്പോൾ എനിക്ക് വന്ന ഓർമ്മ എന്താണെന്നറിയാം. ഞാനും എൻ്റെ ചേച്ചി ആദ്യമായിട്ട് ഒരു കുക്കിംഗ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ബീട്രൂട്ട് കട്ട്ലേറ്റ് അങ്ങനെ എന്തോ ആണ് ചെയ്തിരുന്നത്. ബീട്രൂട്ട് കട്ട്ലേറ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. യു ഷുഡ് ട്രൈ ഗൈസ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം.
ചേച്ചി സമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഞാനല്ലല്ലോ ഉണ്ടാക്കണ്ടേ. ഞാൻ ഈ അരിഞ്ഞു കൊടുക്കുക, അങ്ങനെ ഹെൽപ്പറാണ് ഞാൻ, നോട്ട് കുക്കർ. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. വെള്ളം വന്ന് ഇനി ഞാനിങ്ങനെ കരഞ്ഞു ഉറ്റും. ഇത് എത്ര വിസിലടി? വിസിലൊന്നും വന്നിട്ടില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ ഇനി അടുത്ത നമുക്ക് ഈ ഉള്ളി മാറ്റി വെച്ചിട്ട് നമുക്ക് തക്കാളി അരിയാം. അടുത്ത നമ്മൾ തക്കാളി കട്ട് ചെയ്യണം. ഒരു സാധനം തിന്നാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കരഞ്ഞ് ഞാൻ ഉള്ളി നന്നാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയിട്ടോ. എല്ലാവരും കളയും എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തക്കാളി അരിഞ്ഞ് കഴിഞ്ഞു. ചേച്ചി ചിക്കൻ നന്നാക്കുകയാണ്. ഇത് ഫുൾ സാഹസിക പ്രവൃത്തിയാണ് കാര്യം. വെള്ളം വറ്റി തീരാതെ എണ്ണ ഒഴിച്ചു. അപ്പോൾ ഭയങ്കര വെടിയും പൊടിയൊക്കെ ആയിരുന്നു ഇവിടെ. ചിക്കൻ നമ്മളിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്താൽ മതി. ഞാൻ ഇറക്കി ആ സലാഡിക്കുള്ള ഉള്ളി അരിഞ്ഞാൽ പോയിട്ടിപ്പോൾ. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ചേച്ചി എന്തുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ അതേപോലെ തന്നെ ചേച്ചിക്ക് കുറേ അസിസ്റ്റൻസ് വേണം. ഇപ്പോൾ ലൈക്ക് മീ, ഫുൾ പച്ചക്കറി അരിയാൻ ഞാൻ, പൊടികൾ ഇട്ട് കൊടുക്കാൻ അമ്മ, ചേച്ചി ഇങ്ങനെ ഫുൾ ചെയ്ത് തരും. നല്ല ടേസ്റ്റാണ്. നമ്മൾ മസാലയൊക്കെ തേച്ച് ചിക്കൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് സ്നേഹ ചേച്ചി. ഇതിപ്പോൾ വേറെ എന്തെങ്കിലും അതിലേക്ക് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇട്ട് കൊടുത്തു. നമ്മൾ അടി കരിയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് വാട്ടണം. സോ നമ്മളിവിടെ മസാല ഉണ്ടാക്കുകയാണ്, ലൈക്ക് ചിക്കൻ കറിക്ക് ഇടാനുള്ള. അപ്പോൾ നമ്മൾ മസാല ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മറന്നു ഇതിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിട്ട് കൊടുത്തു. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളെ കറി ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളത് അടയ്ക്കാൻ പോവാണ്. എൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ കറി നമ്മൾ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഇങ്ങനെ തിളയ്ക്കണം. അതേപോലെ നെയ്ച്ചോറ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെമ്പട്ടിയിലുള്ള വെള്ളം ഒന്ന് വച്ചണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് അതിലോട്ട് മാറ്റി. ഗായ്സ്, അടി പിടിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ അടി പിടിച്ചെന്ന് വിചാരിച്ച്, പക്ഷെ അടി പിടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചില്ല. കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റൈസും കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളത് കഴിക്കണമെന്ന് കാണിച്ചു തരാം. സോ നമ്മളുടെ റൈസ് ഇവിടെ സെറ്റാണ്. നമ്മളെ ചേച്ചിയായിരിക്കും നമുക്ക് കറി ഒഴിച്ച് തരാണ്. വാവ്, യമ്മി. സോ നമ്മൾ ടേസ്റ്റ് ചെയ്യണം ഗൈസ്. യം.